ഹലോ ഗൈസ്, വെൽക്കം ടു ജെ ഫാമിലി. ഇനി നീ സൂക്ഷിക്കണം, ഇനി എന്റെ ക്യാമറ കണ്ണുകൾ എവിടെ വേണമെങ്കിലും ഉണ്ടാവും. അപ്പൊ ഗൈസ്, നാളെ നമ്മള് വീണ്ടും നാട്ടിക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ഏത് നേരം നോക്കിയാലും നാട്ടിക്ക് പോയിക്കൊണ്ടിരിക്കണം. എന്താ ചെയ്യാ, കുറെ പേര് കള്ള കഴിക്കാൻ വേണ്ടി നേരെയായിട്ട് നിൽക്കണമുണ്ട്. നമുക്ക് പോയാലേ പറ്റുള്ളൂ. നമ്മൾ വന്നിട്ട് 4 മാസമായിട്ടില്ല കേട്ടോ. നമ്മൾ ദേ വീണ്ടും നാട്ടിലേക്ക് പോവാണ്. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റിന് യാതൊരു കുറവില്ല. ആകെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്റെ ഈ മുഖം നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് കുരു വരും പോവും. പക്ഷെ ഇത് ഇപ്രാവശ്യം ഒരു വരവ് വന്നിട്ട് പക്ഷെ തിരിച്ചു പോകില്ല. എനിക്കറിയില്ല, ഞാൻ ടെൻഷനായി ഇപ്പൊ ഞാൻ മൈൻഡ് ചെയ്യണില്ല. എന്തോ ആവട്ടെ, നമുക്കതൊന്നും വിഷയമല്ല. എന്റെ അല്ലല്ലോ കല്യാണം എന്നാണ് ഞാൻ ആകെ സമാധാനിക്കുന്നത്. അപ്പൊ നമ്മള് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മള് ഒന്നും അധികം കൊണ്ടുപോകണില്ല. കാരണം എല്ലാ തവണയും കൊണ്ടുപോയി നമുക്ക് വയ്യ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ക്യാബിൻ ബാഗിന് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനും കിച്ചപ്പൂരി ടിക്കറ്റ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ എടുത്തത്. അപ്പൊ അതിനുള്ളതേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ആക്കണം. ശ്രീകുട്ടിന്റെ കല്യാണമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങള്. അപ്പൊ ഇനി അങ്ങോട്ട് ഫുൾ വീഡിയോ വ്ളോഗൊക്കെ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത്. എല്ലാ തവണയും ഞാൻ ഇങ്ങനെ വിചാരിക്കും, പക്ഷേ ഒരു ദിവസം ഞാൻ ഇടും. ഇന്ന് വ്ളോഗ് വരണ, അത് നാട്ടിക്ക് വരണ ദിവസത്തെ ഞാൻ ഇടും. പിറ്റേ ദിവസം ഇട്ടിട്ടുള്ളത് ഞാൻ ഇടില്ല, എനിക്ക് മടിയോ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല അല്ല തങ്കു. ഇപ്രാവശ്യം നമ്മൾ ഇട്ടിരിക്കും, എല്ലാ ദിവസത്തെയും നമ്മൾ ഇട്ടിരിക്കും. എനിക്കറിയില്ല, ആയിരിക്കും. നമ്മളിതേ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മൾ അധികം ഡ്രസ്സുകളൊന്നും എടുക്കുന്നില്ല, കാരണം കല്യാണമാണ് ഓഫ് കോഴ്സ്. അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഷീന്ന് വാങ്ങിയ ഒരു ഹീൽസ് ആണ്. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വെരി നൈസ്. അതുപോലെ കിച്ചപ്പൂന് ഞാനൊരു സാധനം വാങ്ങി. ഇറ്റ്സ് വെരി 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 ക്യൂട്ട് മണിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളൊന്നും വാങ്ങിക്കരുത്. പിന്നെ ഞാൻ വേറൊരു ചപ്പല് വീട്ടിൽ ജസ്റ്റ് ഇടാൻ വേണ്ടി വാങ്ങിച്ചു. തങ്ങളിലായിരുന്നു ഇറങ്ങാൻ നേരത്തെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ കല്യാണത്തിന് ഇനി ഒരു 4-5 ദിവസം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ മുഖത്തൊക്കെ കുരുവൊക്കെ പോകും. അല്ലാണ്ട് എന്താ ഞാൻ പറയാ, അജാതി കുരുക്കള. എന്റെ പേരിലൊരു പുഷ്പാഞ്ജലി, കുരുമാറ്റൽ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഗൈസ്. എനിക്ക് അത്രയും പറയാനുള്ളൂ. അത്ര കുരു എനിക്കൊന്നും വന്നിട്ടേ ഇല്ല. ഇങ്ങനെയൊന്നും എനിക്ക് വരാറേ ഇല്ല. ആകെ മാസത്തിലൊരു തവണ ഇങ്ങനെ വരും, അതുപോലെ പോവും ചെയ്യും. ഇത് എന്താണോ ഇവര് അറിഞ്ഞു എന്നാ തോന്നണം. എന്തോ ആവട്ടെ ഗൈസ്. അപ്പോൾ നാളെ നമ്മള് കാണിക്കാം. എനിക്ക് എന്റെ നെയിൽസ് ചെയ്യാനുണ്ട്. അതുപോലെ ഗായ്സ്, തങ്കു എനിക്ക് സാധനം വാങ്ങി തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ നാളെ കാണിക്കാം. ഓക്കെ. Have this. Baby, are we like milk? See you after holidays. Bye bye Lechu. Guys, ഇതാണ് കല്യാണ പെണ്ണിന്റെ ചേട്ടൻ. ഊരിലിടാ ഡ്രസ് ഉണ്ടായിരുന്നു കാണാൻ. ശെക്ക് വയ്യാന്നൊക്കെ. ഇന്ത്യക്ക് പോവാണോ? കിസ്നമ്മേ ഇങ്ങോട്ട് വാ, കം ദിസ് വേ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഷൂസ് റോങ് പറഞ്ഞില്ലേ? ഇങ്ങനെയാണ് നമ്മള് റെഡി ആയിരിക്കാണ് അല്ലേ? Are you ready to go to India, Jagat? Yeah. Oh, where are you going? India. I'm going alone?
ഗൈസ് അപ്പോൾ നമ്മൾ റെഡിയായി എൻ്റെ നെയിൽസ് ഗൈസ്. ആൻഡ് ദിസ് ഈസ് ദ റിംഗ് ദാറ്റ് തങ്കു ബോട്ട് ഫോർ മീ. തങ്കുവിൻ്റെ അത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഗൈസ്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന എൻഗേജ്മെൻറ്റ് റിംഗ് ആയിരുന്നു. ആൻഡ് ഹി ബോട്ട് ദിസ് ഫോർ മീ. ആൻഡ് ഞാൻ നെയിൽസ് ചെയ്തിട്ടുണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ എം ജസ്റ്റ് ലവിങ് മൈ നെയിൽസ്. നെയിൽ ആർട്ടിസ്റ്റ് ആരാണ്? കിസ്നു ആൻഡ് തങ്കു. അപ്പൊ ഗൈസ് നമ്മളുടെ കൂടെ സാമുണ്ട്, ആദിലിന്റെ അമ്മയുണ്ട്, പിന്നെ തങ്കു ഉണ്ട്. നിങ്ങൾ വിചാരിക്കും തങ്കു ഏതെങ്കിലും പണിയെടുത്തോണ്ടിരിക്കാൻ? അല്ല, എനിക്ക് നെയിൽസ് ചെയ്തോണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ വെയിറ്റിംഗ് ഫോർ ദ ടാക്സി. നമ്മൾ ടാക്സി വന്നിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോകണം. പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലേ? ഓക്കെ, ടാക്സി വന്നിട്ടുണ്ട്. അവരെല്ലാവരും താഴെ വെയിറ്റ് ചെയ്യണം. കെട്ടി ഓടി പോലെ. എന്റെ നെയിൽസ് നോക്കടാ, എന്റെ റിംഗ് നോക്കടാ. എടാ എന്റെ നെയിൽസ് നോക്കടാ, എന്റെ റിംഗ് നോക്കടാ. എന്റെ നെയിൽ ആർട്ടിസ്റ്റ് ആരും ചോദിക്കി ഫിഷിന് മീറ്റ് കൊടുക്കണം. മണ്ട അടിച്ചു പൊട്ടിക്കുന്നു. ബൈ 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 ഗൈസ്. എന്റെ കല്യാണ വ്ലോഗ് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. കല്യാണം എന്താ കിട്ടി കിട്ടി ബ്രൈറ്റ്. ഇതാരാ ഇത്? കല്യാണം എന്താ കിട്ടി കിട്ടി ഓടി. യെസ് വി ആർ ഓക്കെ. ടെൻഷനൊക്കെ വിളിക്കണൊക്കെ നമ്മളിവിടെ ഇറങ്ങിയിരിക്കാണ്. She's a famous route to vlogger. 10 million subscribers. വെറുതെ അയാളെങ്ങനെ യൂട്യൂബ് എടുത്ത് പോയി കഴിഞ്ഞാലും Terminal 4. എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടെ കാണിക്കണേ? നെയിൽസാ. She's always recording us. Yeah, but she got all the record of us. Yeah. I am the CCTV of the house. I am afraid to come out of the bathroom without a towel. Be careful. maybe she would come. If she becomes ആന്റി വിചാരിക്കും പോകുമ്പോഴെങ്കിലും സ്വയം ശരിയാകില്ല, Listen, all my friends. പോകുന്ന നേരത്തെങ്കിലും രാമനാമം ജപിച്ചു പോകണമെന്നായിരുന്നു ആഗ്രഹം. That's normal, anyway. അതിനറിയില്ല പോലെ കൺകടോ അയാൾ വിചാരിക്കുന്ന ഏത് അമ്പലത്തിക്ക് പോകണമാതിരി പാട്ടൊക്കെ വെച്ചിട്ട്. ഈ കല്യാണ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ശ്രീകുട്ടൻ ആൻഡ് സാൻഡി. സാമ നിനക്ക് വല്ലതും ഡെഡിക്കേറ്റ് ചെയ്യണ്ടോ? അല്ല, ശ്രീകുട്ടൻ ആൻഡ് സാൻഡി രണ്ടുപേർക്ക് രണ്ട് കല്യാണമാണ്. This song is dedicated to Srikutan and Sandy. ആ സാൻഡി നല്ലൊരു കുട്ടിയാ. എന്തിനാ ശ്രീകുട്ടനെ കല്യാണം കഴിച്ച് ജീവിതം. Oh my god, എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. Yeah, it's all. Yeah, see you next time then. Bye bye. See ya. when we book a 7-seater, we will see you again. Yes. Yeah, but we have about 3 minivans. So. കേറി
ആയിട്ടില്ല, 1 മിനിറ്റ് ആയിട്ടില്ല. അതേ കിച്ചപ്പൂനെയും കൊണ്ട് കിച്ചപ്പൂന്റെ ഹാരിബോ നേടിയെടുത്തു എന്നൊക്കെ. കിച്ചപ്പ് നോക്കണേ എന്താ അവസ്ഥ. കിസ്നു കിച്ചപ്പ് കിസ്നു what are you doing? ഇനി എപ്പോഴും നാട്ടിക്കാതെ ഒന്ന് കരയണോ? ഒന്ന് പൊട്ടി കരയണോ? ഹഗ് കൊടുത്തില്ലല്ലോ. ഞാൻ പറയുമ്പോഴേക്കും പോവും 10-11 മാസം. ഫസ്റ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങ് കാലിയിട്ടാവും. cabin baggage ഇട്ടോളാൻ പറ. വെറുതെ ഇതിനെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് സഹിക്കും, ഞങ്ങൾ ത്യജിക്കും വിൻഡോ സീറ്റ്. എവിടെ പോയാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്ത് നോക്കണം. ഈ തങ്കും സാമുള്ളോണ്ടേ, 2 ആന്തരികളുള്ളോണ്ടേ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ നിൽക്കേണ്ടി വരുന്നു. ഇപ്പൊ ഒന്നും വേണ്ട. കണ്ടില്ലേ, കണ്ടോ വെട്ട സിനിമയിൽ 10 താക്കോല് കിട്ടിയ പോലെയാ. ഹലോ 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 സ്റ്റേഷൻ മാസ്റ്റർ, സ്റ്റേഷൻ മാസ്റ്റർ. ഞാൻ മണിടാല്ല. പലതിലുണ്ട്. നല്ല പെണ്ണായിരുന്നു കേട്ടോ. മറ്റേ ഞങ്ങളുടെ ഇപ്പുറത്തെ ഓഫീസർ അവര് സത്യം പറയാനല്ലേ നമ്മൾ ഒരുമിച്ചാക്കിയത് നന്നായി. അതുകൊണ്ടാണ് വെയിറ്റ് ആൻഡിയുടെ അവര് അങ്ങനെ കണക്കാക്കിയത്, എല്ലാവരുടെയും കൂടി കണക്കാക്കി. നമ്മൾ ഒരുമിച്ചാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അവര് വെയിറ്റ് അങ്ങനെ കണക്കാക്കിയത്. ആൻഡിയുടെ എത്രയായിരുന്നു? 31.9. അതാണ് പറഞ്ഞത്, ഒരുമിച്ചാക്കിയത് കൊണ്ട് അവർ അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്താണ്, ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ്. അല്ലല്ല ചിലപ്പോ buy one get one ഒക്കെ ഉണ്ട്. Tell her that we'll see you after the holiday. അത് കവൻ എന്റെ അടുത്ത് പറഞ്ഞു. ഇവിടെ വികാരഭരിതമായിട്ടുള്ള ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് അല്ലേ, ഞാൻ പറയുമ്പോഴേക്കും 11 മാസാവും. അത്രേ ഉള്ളൂ. കിസ്നു വാടാ. ഇവിടെ നല്ല വെളിച്ചമുണ്ടല്ലേ. ഇവിടെ ഒരു ഗൈസ് നമ്മളങ്ങനെ ചെക്കിനൊക്കെ ചെയ്തു. 3/4 മണിക്കൂർ എടുത്തു നമ്മളെ ചെക്കിൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇത്രയും വെയിലുണ്ട്, വെയിറ്റ് ഉണ്ട്, പിന്നെ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അവര്. നമ്മളുടെ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയ ഒരു ഓഫീസർ ഭയങ്കര പാവമായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും കൂടി ഒറ്റ ടിക്കറ്റിലാക്കാം, മീൻസ് ഒരുമിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പം അവർ വെയിറ്റ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന അവരൊക്കെ അയ്യോ ഓഫീസർ ഭയങ്കര സീനായിരുന്നു. അവരൊക്കെ ഊരി വേറെ മാറ്റി കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. അയ്യോ എങ്ങനെയൊക്കെയോ കഴിഞ്ഞ് ഇവിടെ എത്തി. കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഒരു പാവം ഒരു അച്ഛനും അമ്മയും, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ചെക്കിങ് ചെയ്യണത് സ്കാനിങ് ആണ്. അപ്പം നമ്മൾ ഫാമിലി ആയതുകൊണ്ടും കിച്ചപ്പൂനെ കണ്ടതുകൊണ്ടും അവർ പറഞ്ഞു ഒരുമിച്ച് വന്നോളാൻ പറഞ്ഞു, അവർ ചെയ്തിടാന്ന് പറഞ്ഞു. കുട്ടികളുള്ളപ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതുപോലെ. അപ്പോൾ എന്താണ് അങ്ങനെ അവരിങ്ങനെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടെങ്കിൽ കുറേ അപ്പോൾ ഇവർ കുറേ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ഹെൽപ്പ് ചെയ്യുന്നവർ ഹെൽപ്പ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുക, നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവർ ഭയങ്കര റൂഡേ തോന്നി എനിക്ക്. പക്ഷെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പാവം ഒരു ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നും അറിയണില്ല. അവർ ബെൽറ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ ഇടുമ്പോൾ അവർ എന്നെ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് അവർ പറയണത്. അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ അവർ പറഞ്ഞു ഇനി എന്താ ഞങ്ങൾ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ടിക്കറ്റ് കാണിക്കും എന്നൊക്കെ പറഞ്ഞു. പാവം കേട്ടോ. അവർ പറഞ്ഞു ആപ്കാ ലാഖ് ശുക്ർ. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. അങ്ങനെയാണെങ്കിലില്ലേ അവരുടെ മക്കൾ അറ്റ്ലീസ്റ്റ് ഇവിടെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഇപ്പോൾ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പോലെ കൊച്ചിയിൽ പോലെ അങ്ങനത്തെയൊക്കെ പൈസ കൊടുത്തിട്ടാണെങ്കിലും ചെയ്യണം. കാരണം അവർക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെന്താ ചെയ്യുക. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഈശ്വരം അവർ ആ ഫ്ലൈറ്റിക്ക് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ. അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ കേസ് ഇപ്പോൾ ആദരീശ്വര അമ്മയും കിച്ചപ്പും കൂടി ടോയ്ലറ്റ് പൊരിക്കണം. ഞാൻ ഇവിടെ ബാഗ് പിടിച്ചിരിക്കുന്നുണ്ട്. തങ്കും സാമും കൂടിയിട്ട് കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് തരാൻ വേണ്ടി പോയിരിക്കണം. നമ്മുടെ ഗേറ്റ് കാണിക്കാൻ ഇനിയും ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. അപ്പം കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എൻ്റെ നെയിൽസ് ഗായ്സ്, ഈ വ്ളോഗ് മുഴുവൻ എൻ്റെ നെയിൽസിൻ്റെ പട്ടിഷമായിരിക്കും. കിച്ചപ്പു ഇവിടെ വന്നേ. കിച്ചപ്പു സെക്യൂരിറ്റി ചെക്കിലൊക്കെ സൂപ്പർ ആയിരുന്നല്ലോ. കിച്ചപ്പു സെക്യൂരിറ്റി ചെക്കിലൊക്കെ ഭീകരായിരുന്നല്ലോ.
കിച്ചപ്പൂനാണ് അവര് ചോദിക്കണതിന് മുമ്പ് കിച്ചപ്പ് പോയി സ്റ്റാൻഡിങ് പൊസിഷനിലൊക്കെ നിന്ന് കൈയൊക്കെ ഇങ്ങനെ പൊക്കി കിസ്നു അവർ ചോദിച്ചു ചെക്കത്തിന്റെ അടുത്ത് എത്ര ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ ചെക്കത്ത് ഇങ്ങനെ 5 ഉണ്ട് പറഞ്ഞു അല്ലേ. ചെക്കത്ത് സ്മാർട്ട് പോയാണ് ഗൈസ്. അവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എനിക്ക് ചോക്ലേറ്റ് എനിക്ക് ആ ഗേളിന് കൊടുക്കണം എന്ന്. ഗേൾ ഫ്രണ്ട് ആയിരുന്നു അല്ലേ. ആ കുട്ടി അപ്പോഴേക്കും ഓ താങ്ക് യു അപ്പോഴേക്കും ചെക്കത്ത് ആന്റി ലണ്ടനിലേക്ക് വന്നിട്ട് എന്താണ് പറയാനുള്ളത്? എൻജോയ് ചെയ്തു എന്നല്ലേ മാക്സിമം. ഇനി വരുവോ? വരാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം എന്നൊക്കെ. പണ്ടൊക്കെ നമ്മൾ കേട്ട ഒരു ഇതല്ലേ ഉള്ളൂ അല്ലേ, ലണ്ടൻ സിനിമയിലൊക്കെ കാണുന്ന സിനിമാക്കാര് മക്കള് പഠിക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേൾക്കണേ അല്ലേ. യാഥാർത്ഥ്യമായി. ഇങ്ങോട്ട് വരിക, എത്ര പേരെ പരിചയപ്പെട്ടു. മക്കളുടെ ഫ്രണ്ട്സിന്റെ മക്കളെ വരെ കണ്ടു. ഫുഡ് നാട്ടത്തെ സ്റ്റൈലാണോ ഇഷ്ടമായത്, ഇവിടത്തെ ആണോ ഇഷ്ടമായത്? ജീവിതശൈലി ഇവിടുത്തെ ഫുഡ് കണ്ടത് അല്ലേ, കടകളും അല്ലേ, ഭംഗിയൊക്കെ. നമ്മള് ഇന്ത്യയും കുറച്ചുകൂടി പിന്നെ എല്ലാവരും വ്യത്യാസമല്ലേ. പിന്നെ വണ്ടി ഓടുന്നതും അല്ലേ, ഇവിടെ പേടിക്കണ്ട. പേടിക്കല്ലോ, I'm the pain. നമ്മള് പേടിച്ച് പുറത്തിറങ്ങില്ലാന്ന് മാത്രം. ഇല്ല നമ്മുടെ പ്ലെയിൻ അച്ചിയും സാമേട്ടിയും വരട്ടെ, തങ്കും സാമേട്ടിയും എന്നിട്ടേ വരും, പേടിക്കണ്ട. ഫുഡോ മിസ് ചെയ്തോ? നാട്ടിലത്തെ ഫുഡ് മിസ് ചെയ്തോ? ഉണ്ടാക്കിണ്ടായിരുന്നു അല്ലേ ഇവിടെ? നാട്ടിലത്തെ ഫുഡ് തന്നെ. ഞാൻ പോരുന്നവരെ നാട്ടിലത്തെ ഫുഡ് തന്നെ. കുറഞ്ഞ ഒരാഴ്ചക്കുള്ള കൂടെ ഉണ്ട്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? സൂപ്പറായിന്നൊക്കെ ആലോചിക്ക്. അതുകൊണ്ട് നല്ല വൈകുന്നേരം പോയിട്ട് വെണ്ടയ്ക്കയും സാമ്പാർ അല്ല, നാട്ടിലുള്ളപ്പോ ആൾക്കാർ വിചാരിക്കും ഇവിടെ ഇതൊന്നും കിട്ടില്ല, അവിടെ എല്ലാം കിട്ടും, പക്ഷെ വില കൂടുതലാണെന്നേ ഉള്ളൂ. ഇവിടുത്തെ വിലക്ക് അങ്ങനത്തെ അത്രേ ഉള്ളൂ, അല്ലാണ്ട് എല്ലാം കിട്ടും നമുക്ക് ഇവിടെ. പ്രശ്നമില്ല. 90% ചെലവാക്കണം. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ രസമല്ലേ നമ്മുടെ ലൈഫ്? ഇവിടുത്തെ പൈസക്ക് നാട്ടിലാണ് മുന്നുള്ളൂ. ഇവിടെ അറിയില്ല. ആന്റിനെ കണ്ടിട്ട് വേണം ഇന്ന് നമ്മളെ അമ്മമാരെയും എല്ലാവരെയും കൊണ്ടുവരാൻ. അതെ,